കോച്ച് താണ്ട ആളുടെ കൈ തല്ലി ഓടിച്ചത്. ആരെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെ പഴുത്തിരിക്കുക. പിടിച്ചൊരൊറ്റ പിടി വെള്ളം കുടിച്ച്. ഹലോ ഗൈസ്, ഹേക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പം ജിനിച്ചാൻ്റെ വീട്ടിൽ പോയി കേട്ടോ. ജിനിച്ചാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവർ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത് പൊളിച്ചു. ഇവർ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനിച്ചാനെ വിഷ് ചെയ്യണ്ട, നമുക്ക് കേക്കും കൊണ്ട് ചെല്ലുമ്പോൾ ജിനിച്ചാൻ ഞെട്ടട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതിനു മുമ്പേ രാവിലെ അല്ല, രാത്രി 12 മണിക്ക് തന്നെ ഞാൻ പോയി വിഷ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേക്ക് മേടിച്ചാലും ജിനിച്ചാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കേക്ക് മുറിക്കാനുള്ള പ്ലാനിലാണ്. ജിനിച്ചാൻ അവിടെ ഉണ്ടോ എന്ന് കാര്യം പോലും പറഞ്ഞു. ജിനിച്ചാൻ അവിടെ ഉണ്ടോ വെച്ചാൽ ഉണ്ട്. അപ്പോൾ മഴ, അപ്പോൾ എങ്ങും പോയില്ല. ഇവിടെ നല്ല മഴ കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ജിനിച്ചാൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ അവിടെ ചെന്നിട്ട് കാണിക്കാം. യെസ്, അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് അതാ കേക്ക് കേട്ടോ, ചേച്ചി പിടിച്ചോണ്ടിരിക്കുന്നതാണ്. കേക്കല്ല കേക്ക്. സിമിന് ഇവിടെ ഉണ്ടോ വെച്ചാ? അമ്മരോടെ ഉണ്ടോ? അമ്മരോട് ഗെയിം കളിച്ചോണ്ടിരിക്കും. കുളിച്ചിട്ടില്ലെന്ന്. അവൻ കുളിച്ചിട്ടില്ലെന്ന്. അവൻ കുളിച്ചിട്ട് പതുക്കെ വരാവുന്ന സാവകാശം. അങ്ങനെ വണ്ടി റിവേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. ജിനിച്ചാനിപ്പോൾ മനസ്സിലായി കാണും. ഇവിടെ നമ്മൾ ഈ സമയത്ത് അവിടെ വന്നെന്ന് അറിഞ്ഞാൽ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നും. നീ ഇവിടെ തുറക്കടാ. ഇതാ ജിനിച്ചാൻ. ജിനിച്ചാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആണോ? ആരായിരിക്കും? അവക്കിപ്പോ അക്കുവിനെ ഇഷ്ടമല്ല. ഇപ്പൊ അക്കുവിനെ വേണ്ട അവക്ക്. അസാധ്യം മഴ. മെനോറി വീടന്നെ താങ്ക് യു. മെനോറ വീടോ? ഇല്ല, അക്കുവ കേക്ക് കട്ട് ചെയ്യുന്ന. ഇത് ഫസ്റ്റ് ടൈം അല്ല വീട്ടിൽ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പ്രസൂൺ ചാൻ്റെ അനിയനാണ് പ്രജിത്ത്. സുഖം. പ്രീതേ, നാളെ പോണ്ടേ രാവിലെ? അല്ല സോറി, നാളെ വൈകിട്ടായിരുന്നു. ഇതാരാ ഇവൻ? നിക്കറിട്ടോണ്ട് പ്രസൂഞ്ച ആയതുകൊണ്ട് ലൈറ്റ് ഓണാക്കി കാണിച്ചു. നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ മുണ്ടൊക്കെയാണ്. എനിക്കറിഞ്ഞൂടാ. തൊപ്പിട്ടോ മേടിച്ചു പോയ ബാക്ക്. രാത്രി വർക്കൗട്ട് രാത്രി ഇതൊക്കെ പഠിച്ചിട്ട് ഫിറ്റ്നസ് ഞങ്ങളില്ല പരീക്ഷിക്കുന്നത്. അതുകൊണ്ടെന്തോ വെയിറ്റ് പറയുന്നില്ലേ? പ്രസുഞ്ച വരുന്ന ജിമ്മില്. എന്നാ പിന്നെ ഫുഡ് കഴിച്ചാൽ മതിയടാ. ജിമ്മിൽ കൊടുക്കുന്ന കാശ് കൊണ്ട് ഏതൊക്കെ എടുക്കും. മറ്റേ കലവരത്തെ സെന്റ് തെരേസാസ് കഴിഞ്ഞിട്ടുള്ള ജിബിനച്ചാച്ചൻ മെറ്റിയെടുത്തിട്ട് കൈ തല്ലി ഓടിച്ചു. കോച്ച് താണ്ട ആളുടെ കൈ തല്ലി ഓടിച്ചത്.
ആരെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെയുള്ള ദേഹമൊക്കെ പഴുത്തിരിക്കുക. പിടിച്ചൊരൊറ്റ പിടി വെള്ളം കുടിച്ച്. അങ്ങനെ കോച്ച് ചെയ്ത് കണ്ട കൈ തല്ലി. എടാ മെറ്റിയുടെ കോച്ചാ ജിമ്മിനെ ജിമ്മില് മെറ്റി ചേച്ചി മറ്റേ കാവടി തുള്ളി വരും ജിമ്മില്. തിരിച്ച് ഇടഞ്ഞാ പോന്നെ. To you, happy birthday to you, happy birthday dear Jinu-chan, happy birthday to you, may the good God bless you, may the good God bless you, may the good God bless you dear. Happy birthday to you. അപ്പൊ കിട്ടു കൊടുക്കാൻ തിന്നടാ നീ തിന്ന്. ഇനി ആ പിച്ചാത്തി അങ്ങോട്ട് കൂട്. അവൾ ഇനി മുറിക്കും. ഡയറ്റാണോ? ആണെങ്കിൽ കഴിക്കരുത്. ഞാൻ ആരെയും ഇങ്ങനെ നിർബന്ധിക്കില്ല. അതാണ്ട് ജിമ്മിൽ പോകുന്ന ഷുഗർ കട്ട് മോനെ. ജിനിച്ച എത്ര വയസ്സായി? 31. എന്താണ് ജിനിച്ചാൻ ഈ ഒരു 31ാമത്തെ വർഷം ജിനിച്ചാൻ എല്ലാവരോടും പറയാനുള്ളത്? സുനിശ്ചിതം 100% വിജയം സുനിശ്ചിതം. എടാ എന്തുവാടാ ഇത്? ഹാപ്പി ബർത്ത്ഡേ സിബിൻ. താങ്ക്സ് അടാ, താങ്ക്സ്. എന്നാ അത് അടുത്തെടുത്തോ. അത് ഞാൻ എടുത്തോളാം. വേണ്ട അത് ആർക്കും വേണ്ടാത്തോണ്ടാ. ഇതോ ആര് പറഞ്ഞടാ വേണ്ടെന്ന്? ഇട്ടോച്ചാ നിന്റെ കോച്ചിന് ഞാൻ കാണിച്ചു കൊടുക്കടാ. കലയപുരത്ത് ജിമ്മിൽ ഇവിടെ പോന്ന് സെന്റ് തെരേസാസ് കഴിഞ്ഞിട്ട് ഒരു ജിമ്മുണ്ട്, അവിടെയാണ് ഇവ പോകുന്നത്. കോച്ചേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങള് വെള്ളം ഒഴിച്ച് കത്തിച്ച് പൊക്കോണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചേഞ്ചിന് ടൈഗർ ബാം ഇട്ട് ഒന്ന് കത്തിച്ച് കൊണ്ടുപോകാന്ന് വെച്ചു. വേണ്ടി തീ പിടിക്കുമത്. അടുത്തായിട്ട് ഒരു ചേഞ്ചിന് പെട്രോൾ ഒഴിച്ച്
അപ്പൊ ജിനിച്ച ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്കൊന്ന് കാണണം. മെനോറി ബൈ. ജിനിച്ച പോയേക്കോതെ. ബൈ മെനോറി, ടാറ്റാ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ജിനിച്ചാൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. വളരെ ലളിതമായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജിനിച്ചാൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ വടംവലി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ വടംവലിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുമല്ല എനിക്ക് ഇച്ചിരി പണിയുണ്ട് വീട്ടിൽ ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും നാളെ കാണാം. അതുവരയ്ക്കും ബൈ.